ഇടിച്ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ഇടിച്ചമ്മന്തി ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. ഇടിച്ചമന്തിയുടെ വീഡിയോ ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഇടിച്ചമന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ഒരു ഇരുമ്പ് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്നത് തേങ്ങയാണ്. അപ്പോൾ ഇതേ വലിപ്പത്തിലുള്ള വലിയൊരു തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തിരികെ റെഡിയാക്കി ഞാൻ അതിൽ ചെറിയ ചെറിയ പീസൊക്കെ കാണും, അതെല്ലാം മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം ഒരേ പരുവത്തിലേക്ക് കിടക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മൂത്ത് വരത്തില്ല. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, വലിയൊരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അതൊരു 10-15 ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 8-10 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ വെളുത്തുള്ളിയെല്ലാം വലിയ പീസുകളാണ്. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. നൈസിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് വറ്റൽ മുളകാണ്. അത് ഞാൻ നല്ല എരിവിന് വേണ്ടി മുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ ഒരു 35 വറ്റൽ മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തത് കറിവേപ്പിലയാണ്. അത് ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് വാളൻപുളിയാണ്. അത് ഈ വലിപ്പത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് പിച്ച് ചെറുതായിട്ട് പിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴിതിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്, ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പുളി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. നമുക്കിട്ട് കൊടുക്കാം. കുരുമുളകായിട്ടില്ല, അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി നമ്മുടെ ആവശ്യമനുസരിച്ച്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇളക്കിലാണ് ഇരിക്കുന്നത്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി എല്ലാം ഒരേപോലെ അത് മൂത്ത് വരണം. ഇതിൻ്റെ തേങ്ങ ഇത് നന്നായിട്ട് ഇളക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഈ ഇരുമ്പിച്ചട്ടിയിൽ എനിക്ക് നന്നായിട്ട് ഇളക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഈ പരുവായി നന്നായിട്ട് മൂക്കണം. ചമ്മന്തി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. തേങ്ങയും ഉള്ളി, വെളുത്തുള്ളി, മുളക് എല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കുമ്പോൾ പൊടിക്കാം. 2 പ്രാവശ്യത്തേക്കുണ്ട് നമുക്ക് ഇടിച്ചമ്മന്തി. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിലേക്ക് വെച്ച് ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ എൻ്റെ ഇടിച്ചമ്മന്തി സൂപ്പറായിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു എണ്ണമയോ ഒന്നും ഇതിനകത്ത് കാണാനില്ല. അത് ആ വറുത്തതിൻ്റെ ആ ഒരു രീതിയാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എണ്ണയുടെ ഒരു അംശം പോലും ഇതിനകത്ത് നമ്മൾ കാണാനായിട്ടേ ഇല്ല. കണ്ടോ, ഇത് ഞാൻ എടുത്തത് രണ്ടാമത്തെ പ്രാവശ്യം ഈ ജാറിൽ പൊടിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഞാൻ തട്ടിയിട്ടിട്ട് നിങ്ങളുടെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓ, എന്താ മണം! പൊന്നോ, സെറ്റ് അടിപൊളി. കണ്ടോ, ഇതിലെവിടെയെങ്കിലും
ഉണ്ട കെട്ടുകയോ എണ്ണമയം കൊണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഇടിച്ചമ്മന്തി അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ കിടുക്കാശി. ഇതുപോലെ തന്നെ എല്ലാവരും ഇടിച്ചമ്മന്തി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്നിപ്പോൾ ഞാൻ ഈ ഭരണിയിലാണ്, ഈ കുപ്പിയിലാണ് ഞാൻ ഇന്ന് ഇടിച്ചമ്മന്തി ഇതിൽ ഫുള്ള് ഞാൻ നിറച്ച് വയ്ക്കുന്നത്. മറ്റത് കവറിലാക്കിയാണ് ഞാൻ കൊടുക്കുന്നത്. ഗൾഫ് രാജ്യത്ത് മറ്റ് പുറത്തേക്കൊക്കെ പോകുന്നവരൊക്കെ എല്ലാം കവറിലും കുപ്പിയിലും ഒക്കെ ആക്കി ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുപ്പിയിലേക്ക് നിറച്ച് വെച്ചതിന് ശേഷം ഞാൻ ഒന്നും കൂടി വരാം. ഹായ്, ഹലോ. എൻ്റെ ഇടിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുപ്പിയിലേക്ക് നിറച്ചു. ഇപ്പോൾ ഇടിച്ചമ്മന്തിക്ക് റേറ്റ് കൂടുതലാണ്, തേങ്ങ ഭയങ്കര വിലയാണ്. അപ്പോൾ അതുകൊണ്ട് ഇടിച്ചമ്മന്തി 1 കിലോയ്ക്ക് റേറ്റ് കൂടിയിട്ടുണ്ട്. 500-600 രൂപ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ അത്രയൊന്നും എടുക്കത്തില്ല കേട്ടോ, അതിൽ കുറച്ചാണ് റേറ്റ് പറഞ്ഞാണ് കൊടുക്കുന്നത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. ടാറ്റാ.